ഇന്ന് ബിഗ് ബോസിൻ്റേതായിട്ട് ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. വീട്ടിൽ നല്ല അടി നടക്കുകയാണ്. കിച്ചണിലാണ് കേട്ടോ അടി, വേറെ ഒന്നിനുമില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണ് അടി. ലക്ഷറി ടാസ്ക് ആയിട്ട് വന്നിട്ടുള്ള ഫുഡ് എടുത്ത് നിവേന് ചായയോ കാപ്പിയോ തണ്ടോട്ടൊക്കെ കുടിച്ചു. അതിൻ്റെ ബാക്കി കുടിക്കുവാനായിട്ട് നമ്മുടെ ആര്യനും അക്ബറിനും ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. ആര്യനും അക്ബറും കിച്ചണിൽ നിൽപ്പുണ്ടായ സമയത്ത് നൂറ് ഇങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇവർ രണ്ടുപേരോട് ഇവിടെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് കിച്ചണിൽ ഞങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും കയറുവാൻ പറ്റുന്നല്ലോ. അപ്പം പറയുന്നുണ്ട് അതെങ്ങനെയാണ് കയറുകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത് പലതവണ നിവിനോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നാണവും ഉളുപ്പൊന്നുമില്ല, ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് നാണവും ഉളുപ്പില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അവന് ഒരു നാണവും ഉളുപ്പില്ല. ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് സ്വന്തം ഫ്രണ്ടിനെ അടിച്ച് അല്ലെങ്കിൽ ഇടിച്ച എന്തെങ്കിലും ആയിട്ട് അവനുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരാൾ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഏതാ ഒരു വിഷമവും ഇല്ലട്ടോ. അവൻ നന്നായിട്ട് അവൻ ആവശ്യമുള്ളതും കഴിച്ചിട്ട് ഇന്ന് കൊടുത്തു. ഇവൻ ഏതാണ്ട് പട്ടിണി കിടന്ന വീട്ടിലായിരുന്നു തോന്നുന്നു, കഞ്ഞി വെക്കാത്ത വീട്ടിൽ നിന്ന് വന്നാന്ന് പോലെ അവൻ അതും കഴിച്ചിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂറ പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് എന്തായാലും കമത്തി കളയുന്നുണ്ട്. അതിനുശേഷം അയാൾ നേരെ ഫ്രിഡ്ജിലേക്ക് പോവാണ്. ഫ്രിഡ്ജ് തുറക്കാൻ തുടങ്ങുമ്പോൾ ആരും ഓടി ചെന്നത് തള്ളി അടച്ചു പിടിക്കുന്നുണ്ട്. പക്ഷെ നോറ എന്താ പറയുക ഒറ്റ വാക്കിൽ നിർത്തിയിട്ടോ. അവൾ പെണ്ണാണെങ്കിൽ അവൾ നിർത്തി മാറിയിക്കാൻ പറഞ്ഞു. അതിനുശേഷം എടുക്കാമെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വയറിൻ്റെ അതിലെ കൈയിട്ട് ആരും വലിച്ചു പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ സാധനങ്ങളും താഴെ വീണ് പൊട്ടുന്നൊക്കെയുണ്ട്. അത് പൊട്ടിയിട്ടും വിട്ടില്ല നൂറ് എല്ലാത്തിനും ഒറ്റയടിക്ക് എത്തി. അക്ബറിനെ ആര്യനെയും നെവിനെയും ഉറപ്പിച്ച് നിർത്തി പറഞ്ഞു മാറി നിൽക്കണം, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ നോക്കട്ടെ എല്ലാവർക്കും കിട്ടേണ്ട സാധനങ്ങളല്ലേ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് പാലാണോ തൈരാണോ എടുക്കുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് കിച്ചൻ്റെ അവിടേക്ക് വരുമ്പോൾ ആര്യൻ അത് തട്ടിപ്പറിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഭയങ്കര ബളം. ഇത് കേട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നു. എന്താണേലും അത് ആര്യനും അക്ബറും എന്താ പറയുക നെവിനും ഒരു ടീമും ബാക്കിയുള്ളവരൊരു ടീമുമായി സാബുമാൻ വരെ അവരുമായിട്ട് വഴക്കുണ്ടാക്കി. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യരുതെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര. അതിന് ശേഷം നമ്മുടെ അനുമോളും ആര്യനും കൂടി ഇതിനിടയ്ക്ക് വന്ന് കയറി അനുമോളുടെ ദേഹത്തെ കണ്ട് ആരും തടുവോ തൊടുകയോ കണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് അതങ്ങനെ നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചെയ്തു അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അനുമോളും കൂടെ അടി, അക്ബറും ആര്യനും കൂടെ അനുവും കൂടെ അടി. പിന്നെ എന്താ പറയുക സാബുമാനുമായിട്ടുണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ടവരായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ആർക്ക് എന്ത് പറ്റിയാന്ന് ചോദിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാർ നടക്കുന്നത്. പിന്നെ ക്യാപ്റ്റന്മാരാക്കിയതുകൊണ്ട് അവന്മാരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാക്കുക. എന്നാൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നു ഈ സീസണെന്നല്ല മൊത്തത്തിലുള്ള സീസണിൽ എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സീസൺ എന്ന് പറഞ്ഞൊരു വേസ്റ്റ് സീസണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ആർക്കും ഇന്ന് വരെ ആര് കപ്പ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഒത്തിരി ഒരു ഇതൊന്നുള്ളൊരു സീസണൊന്നുമല്ല. കാരണം ഫ്ലോപ്പായ സീസണാണ്. അപ്പോൾ എന്താണ് നാളെ വീട്ടിൽ അടിയാണ്. ഒന്നെങ്കിൽ ഉമ്മാർ ആ വീട് കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം കാണുമായിരിക്കും നമുക്ക് പ്രതീക്ഷ.